Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Okay, so നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബില 32 അല്ലെ, അതായത് 32 കീ പെർഫോമൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ദെൻ നെക്സ്റ്റ് നമ്മള് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കിയായിരുന്നു. ഇനി ഇനി പറഞ്ഞത് ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ ഓരോ ഇൻഡിക്കേറ്റേഴ്സും അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുകളാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് വൺ ആണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോള് കംപ്ലീറ്റ് പറഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇൻഫെക്ഷൻ കൺട്രോൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോ എന്താ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ, ഒന്നുകൂടി ഒന്ന് വായിക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കാൻ കേട്ടോ. ദെൻ ഇൻഫെക്ഷൻ കൺട്രോളോടൊക്കെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ്. Percentage of inpatient cases in which nursing care plan documented. Then percentage of medication error, number of sentinel events reported. Sentinel events ഒക്കെ ഓർമ്മയുണ്ടോ പറഞ്ഞത്? Sentinel events എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മളിപ്പോ ഒരു രോഗിക്ക് പെട്ടെന്ന് ഗുരുതരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയോ ചിലപ്പോ മരണം വരെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. Then proper handovers during shift changes. Then incident of patient identification errors, adherence to hand hygiene practice, nurse patient ratio for ICU and wards. ഓക്കെ, അപ്പൊ നമ്മൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കണ്ടു. ഇനി നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നോക്കിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. IPD ഇൻസിഡന്റ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ നഴ്സസിന്റെ വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ ഇൻഫെക്ഷൻ കൺട്രോളിൽ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, IPD. IPD എന്ന് വെച്ചാൽ ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ഇത് കുറച്ച് ഷോർട്ട് ഫോമുകൾ ഉണ്ട് കേട്ടോ, അപ്പൊ അത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. കുറച്ച് ഷോർട്ട് ഫോമുകൾ ഉണ്ട്, മീൻസ് എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്. അപ്പൊ IPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻസിഡന്റ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ദെൻ OPD, ഇൻസിഡന്റ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. Then IPD, incidents needle stick injuries, നീഡിൽസുമായിട്ടൊക്കെ മറ്റുള്ള ഇഞ്ചുറീസ്. OPD, ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. രണ്ടെണ്ണം IPDയും OPDയും വരുന്നുണ്ട്. ഒന്നെങ്കിൽ നീഡിൽസിന്റെ കാര്യവും ദെൻ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ കാര്യവും പറയുന്നു. Then നെക്സ്റ്റ് നോക്കാം, സിക്സ്ത് വൺ, ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. നമ്മൾ പറഞ്ഞു ബെഡിൽ വെച്ച് സംഭവിക്കുന്ന, അതായത് അൾസേഴ്സ് പ്രദേശങ്ങളിൽ കിടപ്പ് രോഗികള് ഇങ്ങനെ മേലൊക്കെ പൊട്ടുന്ന ഒരവസ്ഥ, അവരുടെ സ്കിന്നില് ആ ഒരു പൊട്ടി മീൻസ് ഒരു അധികം കാലം ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ബെഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ പറയുന്നത് അല്ലെ. ദെൻ സെവൻത് വൺ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. കത്തീറ്ററുമായിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ റേറ്റ് എത്രയാണെന്ന് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കീ എലമെന്റ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കീ എലമെന്റ്സിലെ പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ അത് സെയിം പോയിന്റുകളൊക്കെ തന്നെയാണ്. ദെൻ അതിൽ കുറച്ച് മറ്റു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എയ്ത്ത് വൺ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സിറം ഇൻഫെക്ഷൻ റേറ്റ്. ഇൻഫെക്ഷൻ മീൻസ് ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരിക. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, സർജിക്കൽ ഏരിയയിൽ നിന്നും പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരുന്നത്. മീൻസ് എന്തെങ്കിലും അണുബാധയൊക്കെ വരിക അല്ലെ, അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷനുകൾ സർജിക്കൽ ആ യൂണിറ്റിൽ നിന്നും ഒരു പേഷ്യന്റിലേക്ക് വരുന്ന കേസുകൾ.
ഓക്കെ, ഇത്രയുമാണ് ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത്. ഇനി അടുത്ത സെക്ഷനും കൂടി ഒന്ന് നോക്കാം. 2 സെക്ഷൻ വെച്ച് നമുക്ക് പറയാം കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ICU എമർജൻസി, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ICU എമർജൻസി. ICUയുടെ ഉള്ളിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന്, ICUയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്, അല്ലെ, രോഗികളുടെ പ്രാഥമിക വിലയിരുത്തലിനുള്ള സമയം. Then return to emergency department within 72 hours with similar presenting complaints. അതായത് പരാതികളുമായിട്ട് എമർജൻസി കേസിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മൾ കംപ്ലൈൻസോ അങ്ങനെ ഒരു 72 മണിക്കൂറിനുള്ളിൽ വരുന്ന കംപ്ലൈൻസുകൾ എത്രത്തോളം ഉണ്ടെന്ന്. Then re-intubation rate. എന്താ re-intubation കേട്ടിട്ടുണ്ടോ? ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻറ്റുബേഷൻ ട്യൂബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്ത് ഇൻറ്റുബേഷൻ? നിങ്ങൾ ഐഡിയ ഉണ്ടോ? ഇൻറ്റുബേഷൻ ഐഡിയ ഇല്ല? ആലോചിച്ച് നോക്കിയേ. ICUയിലെ ഇൻറ്റുബേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ICU ആലോചിച്ച് നോക്കാം. നമ്മൾ ICU ഒക്കെ പഠിച്ചതല്ലേ? ഓർക്കണുണ്ടോ? ICU ഒക്കെ പഠിച്ചതല്ലേ? നമ്മൾ ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലോ. എന്താണ് ഇൻറ്റുബേഷൻ ട്യൂബ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഇൻറ്റുബേഷൻ ട്യൂബ് ഒരു ICUയിൽ കിടക്കുന്ന പേഷ്യന്റിന് എന്താ നമ്മൾ ഇൻറ്റുബേഷൻ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല? ആർക്കും ഒരു അഭിപ്രായം ഇല്ല? ICU നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല? ഓക്കെ, നോക്കാം കേട്ടോ. Re-intubation was defined as, അണ്ടർലൈൻ ചെയ്യാട്ടോ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് re-intubation. Re-intubation was defined as intubation after extubation of a patient. After extubation of a patient, then who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. In the general anesthesia, regional anesthesia കേട്ടിട്ടുണ്ടോ? അനസ്തേഷ്യ നൽകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന്, ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെഡേഷൻ ആണ്, അല്ലെ? നമുക്കറിയാം, ഇപ്പോൾ സർജറി ഒക്കെ ചെയ്യുമ്പോഴും അവർക്ക് ആ ഒരു മീൻസ് ഒരു സർജറി ചെയ്യുമ്പോൾ അത് അറിയാതിരിക്കാൻ രീതിയിലുള്ള ഒരു മയക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെഡേഷൻ കൊടുക്കുന്നത്. സോ അതാണ് അനസ്തേഷ്യ. അപ്പൊ അത് ജനറൽ അനസ്തേഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് ഫുൾ ആയിട്ട് ആ ബോഡി ഫുൾ ആയിട്ട് നമ്മൾ സെഡേഷൻ ചെയ്യുകയാണ്. ദെൻ റീജിയണൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡിഫറെന്റ് പാർട്ടിന് മാത്രമാണ് നമ്മൾ സെഡേറ്റ് ചെയ്യുന്നത്. അനസ്തേഷ്യ കൊടുക്കുന്നത് ഒരു ഡിഫറെന്റ് പാർട്ടിന് മാത്രം, ഒരു സെപ്പറേറ്റ്. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ സർജറി ചെയ്യണമെങ്കിൽ ആ ഒരു പാർട്ട് മാത്രം, ആ ബോഡി പാർട്ടിൽ മാത്രം നമ്മൾ സെഡേറ്റ് ചെയ്യുന്നു. ഓക്കെ. സി സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ റീജിയണൽ ആണ്. സി സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബോഡിയുടെ ആ താഴേക്ക് മാത്രം, നമ്മുടെ ആ മീൻസ് നമുക്ക് ഇവിടം വരെ ഓക്കെ അല്ലേ, നോർമൽ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒന്നും നമ്മൾ മീൻസ് ബോഡി സെഡേറ്റീവ് അല്ല, ആ ഒരു സെക്ഷൻ മാത്രമാണ് ബോഡി നമുക്ക് സെഡേറ്റീവ് ആകുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് റീഇൻറ്റുബേഷൻ നോക്കാം കേട്ടോ. Intubation after extubation of a patient which had been initially tracheally intubated under general anesthesia or combined general anesthesia. Intubation വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും ICUയിൽ ഉള്ളത്. സോ നോർമലി അവർക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാകും, അല്ലെ? ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ ഒരു മീൻസ് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ശ്വസിക്കാനുള്ള ഒരു ബ്രീത്തിങ് ട്യൂബ് നൽകും, അല്ലെ? അതിനെയാണ് ഇന്റുബേഷൻ എന്ന് വിളിക്കുക. അന്നനാളത്തിലോട്ട്, നമ്മുടെ ശ്വാസനാളത്തിലോട്ട് ഒരു കൃത്രിമ ശ്വാസം മീൻസ് ഒരു ബ്രീത്തിങ് ട്യൂബ് കൊടുക്കുന്നു, അല്ലെ? അതാണ് ഇന്റുബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്യൂബ് നൽകി നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് കണ്ടിട്ടേ മാസ്ക് ഒക്കെ വെച്ച് അവർക്ക് ഈ ഒരു ട്യൂബ് കൃത്രിമ ശ്വാസം ഒക്കെയാണ് നൽകുന്നത്, ഇല്ലേ? ആണോ? ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് അങ്ങനെ ആയിരിക്കില്ലേ? അത്യാവശ്യം എന്തെങ്കിലും ശ്വസന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിരിക്കാം, അല്ലെ? സോ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഇന്റുബേഷൻ ട്യൂബ് നമ്മൾ നൽകും, അല്ലെ? ഒരു കൃത്രിമ ശ്വാസം നൽകും. ദെൻ ഒരു 2 ദിവസം കഴിഞ്ഞ് ആള് കുറച്ച് നോർമൽ ആയി ഓക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ട്യൂബ് റിമൂവ് ചെയ്യും. അതാണ് എക്സ്റ്റുബേഷൻ എന്ന് പറഞ്ഞാല്. എക്സ്റ്റുബേഷൻ ക്ലിയർ ആയോ? രണ്ടെണ്ണം. ഇന്റുബേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഈ കൃത്രിമ ശ്വാസം നൽകുന്നത് ഇന്റുബേഷൻ. ദെൻ ആള് ഓക്കെ ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇത് റിമൂവ് ചെയ്യാൻ തുടങ്ങും, മീൻസ് ഈ മാസ്ക് റിമൂവ് ചെയ്യും. അതിനെയാണ് എക്സ്റ്റുബേഷൻ എന്ന് വിളിക്കുക.
ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണോ? ഇന്റബേഷൻ എന്താണ്, എക്സ്റ്റുബേഷൻ എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇന്റബേഷൻ നൽകി ദെൻ ആണ് 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റുബേഷൻ ചെയ്തു, റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പേഷ്യന്റിന് വീണ്ടും ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണ്, ശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് വീണ്ടും ഇന്റബേഷൻ കൊടുക്കുന്നു. അതിനെയാണ് റീ ഇന്റബേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നമ്മള് ഒരു ഐസിയിൽ കിടക്കുന്ന പേഷ്യൻസിന് അനസ്തേഷ്യ നൽകിയിരിക്കുന്ന പേഷ്യൻസിന് റീജിയണൽ ആവാം അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിയുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന് നോർമലി ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ടൈമിൽ നമ്മൾ കൃത്രിമ ശ്വാസം ട്യൂബ് വഴി, ട്രയാക്കിൽ ട്യൂബ് വഴി വായിലൂടെയോ മൂക്കിലൂടെയോ കൃത്രിമ ശ്വാസം നൽകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റബേഷൻ എന്ന് പറയുന്നത്. ദെൻ പേഷ്യന്റ് ഒരു ചിലപ്പോ 1 ഡേയോ അല്ലെങ്കിൽ 2 ഡേയോ കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഓക്കെ നോർമൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ട്യൂബ് റിമൂവ് ചെയ്യാം. ആ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റുബേഷൻ. ദെൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് രോഗിക്ക് വീണ്ടും ശ്വാസതടസ്സങ്ങൾ വന്നു, നമ്മൾ വീണ്ടും ഇന്റബേഷൻ കൊടുത്തു. അതിനെയാണ് റീ ഇന്റബേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ റീ ഇന്റബേഷൻ എന്താണെന്ന്? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങി നമ്മൾ ഐസിയുലെ കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. റീ ഇന്റബേഷൻ അണ്ടർലൈൻ ചെയ്യണം, എക്സാമിൽ ചോദിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? റീ ഇന്റബേഷൻ അണ്ടർലൈൻ ചെയ്യുന്നോട്ടോ, വായിക്കുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ പോകുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോ നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? 3 ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ICU ആൻഡ് എമർജൻസി. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ അവിടെയും അനസ്തേഷ്യ വരും, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത്. നോക്കാം. 11 ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ, അല്ലെ? അതായത് എന്താണ്? അനസ്തേഷ്യ പദ്ധതിയുടെ ശതമാനം, എത്രത്തോളമാണ് അനസ്തേഷ്യ നൽകുന്നതും ആ ഒരു കണക്കുകൾ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയെ തുടർന്ന് വെന്റിലേഷൻസിലോട്ടാവുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് അൺപ്ലാനഡ് ആണ്, അല്ലെ? പെട്ടെന്ന് എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് സംഭവിക്കുമ്പോൾ അനസ്തേഷ്യ നൽകി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മൾ വെന്റിലേഷൻസിലാക്കുന്നത് എത്രത്തോളം ഉണ്ടെന്ന് അതിന്റെ ഒരു ശതമാനം. Then percentage of unfavorable anesthesia events. അനസ്തേഷ്യ നൽകുമ്പോൾ എന്തെങ്കിലും അനുകൂലം, അൺഫേവറബിൾ മീൻസ് അനുകൂലമല്ലാത്ത, ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻസിന് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്ന കേസസുകൾ. അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, എന്താ? അനസ്തേഷ്യ നൽകിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മരണം സംഭവിക്കുന്ന കേസുകൾ, ഇല്ലേ? അനസ്തേഷ്യ നൽകിയിട്ട് ചിലപ്പോ നമ്മള് ന്യൂസിലും മറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അനസ്തേഷ്യയുടെ പിശക് മൂലമാണ് അങ്ങനെ മരണം സംഭവിച്ചത്. മീൻസ് അത് കൃത്യമായിട്ടുള്ള അളവൊക്കെ ഉണ്ട്, അല്ലെ? അത് അളവിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സുകൾ എത്രത്തോളം ഉണ്ടെന്ന്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഓപ്പറേഷൻ തിയേറ്റർ, അല്ലെ? OTയിലേക്ക്
പെട്ടെന്ന് അൺപ്ലാനഡ് ആയിട്ടുള്ള കേസസുകൾ പെട്ടെന്ന് തന്നെ സർജറിക്ക് ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ സർജറി ചെയ്യണമെന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ വരില്ലേ, അതൊക്കെ അൺപ്ലാനഡ് ആണ്. അങ്ങനെയുള്ള കേസസുകൾ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, റീഷെഡ്യൂളിംഗ് ചെയ്യുക, അതായത് പുനഃക്രമീകരണം. ഇപ്പൊ ഒരു വട്ടം സർജറി വേണമെന്ന് പറഞ്ഞു, ചിലപ്പോൾ വീണ്ടും ഒരു സർജറി കൂടിയൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അത്തരത്തിലുള്ള കേസുകൾ. Percentage of case where the organization procedure to avoid the hostile events like wrong site, wrong patient, wrong surgery has been adhered to. നമ്മൾ ഓൾറെഡി 32 എലമെന്റ്സിൽ പറയുന്നുണ്ട് അല്ലെ. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തെറ്റായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പേഷ്യന്റ് ചിലപ്പോൾ മാറിപ്പോവുക, അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ റിസൾട്ടുകളൊക്കെ തമ്മിൽ മാറിപ്പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം വരുന്നുണ്ടെന്ന് മീൻസ് റോങ് ആയിട്ട് മെഡിസിൻ കൊടുക്കുകയോ സർജറി ചെയ്യുകയോ ചിലപ്പോൾ റിസൾട്ടുകളൊക്കെ മാറിപ്പോവുകയോ അങ്ങനെ വരുന്ന കേസസ് ആണ് അവിടെ പറയുന്നത്. Then 8th one, percentage of cases who received suitable prophylactic antibiotics within the specified time frame. ഈ പ്രോഫൈലാക്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് തന്നെയാണ്. വേദന സംഹാരി പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് പെയിൻ റിലീഫും അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകാനായിട്ട് നൽകുന്ന സഡേഷൻ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആണ്. സോ അങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുള്ള എന്താണ് ആന്റിബയോട്ടിക്സുകൾ നമ്മൾ നിർദ്ദിഷ്ട ഒരു ഇത്ര പരിധിക്കുള്ളിൽ എത്ര ആന്റിബയോട്ടിക്കുകളാണ് കൊടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം. ഓക്കെ, എത്ര പേഷ്യൻസിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. Then percentage cases in which planned surgery is alerted. Percentage of cases in which planned surgery is alerted intraoperatively. Intraoperatively എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള, ബാക്കിയല്ല ആന്തരികമായിട്ടുള്ള, അതായത് ആസൂത്രണം ചെയ്തിട്ടുള്ള ഓപ്പറേഷനൊക്കെ വേണ്ടി മാറ്റപ്പെടുന്ന കേസുകളില്ലേ, അതായത് ആന്തരികമായി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേസസുകൾ, ഇത്ര ദിവസം നമ്മൾ സർജറി നടത്തണമെന്നൊക്കെ പറയും. അങ്ങനെയുള്ള സർജറി കേസസുകൾ എത്രയാണെന്ന് അതിന്റെ ഒരു പെർസെന്റേജ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറേഷൻ മീൻസ് ഒരു പര്യവേഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പര്യവേഷണം നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ സർജറി വീണ്ടും ചെയ്യുന്ന കേസസ് വരാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റഡ് ആക്കുന്നതും അങ്ങനെയുള്ള കേസസുകൾ ടോട്ടലി ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുക എന്നുള്ളത്. OT യൂട്ടിലൈസേഷൻ റേറ്റ്, ഉപയോഗ നിരക്ക്. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന്, ഇപ്പൊ ഡെയിലി എത്ര പേഷ്യൻസ് അതിലേക്ക് വരുന്നുണ്ട്, അപ്പോ ഇപ്പൊ ഒരു മന്ത്ലി നമുക്ക് ടോട്ടലി ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര സർജറീസ് കഴിഞ്ഞു, അങ്ങനെയുള്ള അതിന്റെ ഉപയോഗ നിരക്ക്, എത്രത്തോളം പേഷ്യന്റ് അവിടെ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു നിരക്ക്. ഇത്രയുമാണ് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, വായിക്കാതിരിക്കരുത്. കാരണം ഏതെങ്കിലും പോയിന്റ് ചോദിച്ചിട്ട് അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മീൻസ് അത്യാവശ്യം ഒരു 1-2 വട്ടം വായിച്ച വ്യക്തിക്കാണെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടില്ലേ, കിട്ടോ? ഒന്നും വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് പറയണത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ ഓരോ ഏരിയയിലും നമുക്കറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും എങ്ങനെയാണ് ആ ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളല്ലേ, അനസ്തീഷ്യ കൊടുക്കുന്നതും ദെൻ ഓപ്പറേഷൻ റേറ്റുകളും ദെൻ സർജറി കേസസുകളും ഇതൊക്കെയാണ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓരോ ഏരിയയിലും അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ICU എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്റബേഷൻ ട്യൂബ് കൊടുക്കുന്ന പേഷ്യൻസ് ആണ് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അങ്ങനെ നമ്മളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കി പഠിക്കുക ഓരോ പോയിന്റുകൾ. അല്ലാതെ നമുക്ക് ഇത്രയും പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല അല്ലെ. ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും കേട്ടോ, പക്ഷെ ഒരുവിധം ഞാൻ പറയുന്നത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അധികം നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ട് ഓരോ ഏരിയയിലും നമ്മൾ അങ്ങനെ വെച്ച് പഠിക്കാം. ഓക്കെ, അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നിങ്ങൾ ഇത്രയും പോയിന്റ് ഞങ്ങൾ എങ്ങനെ ബൈഹാർട്ട് ചെയ്യും എന്നുള്ള ചിന്തയാണെങ്കിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഓരോ ഏരിയയും മനസ്സിലാക്കി പോവുക. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കാം. അതുകൊണ്ടാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ജസ്റ്റ് പോയിന്റ് മാത്രം ഇൻഡിക്കേറ്റർ മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ
മനസ്സിലാക്കി വായിക്കുക. അപ്പൊ നമ്മളുടെ മനസ്സിൽ അത് പതിഞ്ഞു, നമ്മൾ പഠിച്ചത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന കാര്യങ്ങൾ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ലബോറട്ടറിയും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ചുള്ളൂ കേട്ടോ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് വരുന്ന എത്ര എറേഴ്സുകൾ വരുന്നുണ്ട്. റേറ്റ് ഓഫ് റിയോഡ്സ്. എന്താ റിഡോട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിഡോസ് കേട്ടിട്ടുണ്ടോ? റീഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. റിപ്പീറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ടെസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യില്ല, രണ്ടാമത് വീണ്ടും ടെസ്റ്റുകൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ രണ്ടാമത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട് പേഷ്യൻസിന്. റിസൾട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് പോലെയൊക്കെ കാണുകയാണെങ്കിൽ വീണ്ടും ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട ലബോറട്ടറി എന്താണ് റിപ്പോർട്ടുകളുടെ പെർസെന്റേജ്, റിപ്പോർട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന്. ഫോർത്ത് വൺ പെർസെന്റേജ് ഓഫ് അദറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ ഡയഗ്നോസിസ് അല്ലെ. അതായത് ഇപ്പോൾ റേഡിയോളജിയും ലാബുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഡിയോളജിയിലും ലാബിലും വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് എടുക്കേണ്ട പ്രിക്കോഷൻസ് അവരത് പാലിക്കുന്നുണ്ടോ, അതിന്റെ ശതമാനം എങ്ങനെയാണ് അവർ അദറൻസ് പാലിക്കുക. ലബോറട്ടറിയിലും അതുപോലെ റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? എന്തെല്ലാമാണ് ഒരു ലാബിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രിക്കോഷനും എടുക്കണ്ട, അങ്ങനെയാണോ പറയുന്നത്? ഒരു പ്രിക്കോഷനും വേണ്ട. എന്തൊക്കെയാണ് അവർക്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ്? ലബോറട്ടറി സ്റ്റാഫ്, ലബോറട്ടറി പറഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണല്ലോ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണ് അല്ലേ? ആണോ? പഠിച്ചത് നിങ്ങളാണോ? എങ്കില് എന്ന് പറയൂ. എന്നിട്ട് എന്താ റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ധരിക്കണ്ടേ? ഗ്ലൗസ്, മാസ്ക്, പിന്നെന്താണ് ലാബ് കോട്ട് അല്ലെ, ഗൂഗിൾസ്, ഇതൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് പഠിച്ചതല്ലേ? നിങ്ങൾ റേഡിയോളജി പഠിച്ചതാണ്, ലബോറട്ടറിയെല്ലാം പഠിച്ചതാണ്. ഓക്കെ, എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് മാത്രം മറന്നുപോയില്ലേ? ലാസ്റ്റ് ഒരു എക്സാം ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, റേറ്റ് ഓഫ് റിഡോസ്, പിന്നെന്താ പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്, then percentage of adherence to safety precautions by employees working in a diagnosis. Okay, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാബ് റേഡിയോളജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാർമസി, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ഫാർമസിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏകദേശം എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ വായിച്ചിട്ട്. ഓക്കെ ആണോ? വൈകാട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ഓക്കെ, ഇനി ഫാർമസിയിൽ നോക്കാം കേട്ടോ. ഫാർമസിയിൽ വരുന്ന കാര്യങ്ങള് പ്രിസ്ക്രിപ്ഷൻ എറർ, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന മിസ്റ്റേക്കുകള്. ദെൻ ഡിസ്പെൻസിങ് എറർ, വിതരണം ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങള്. പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ, അതായത് മരുന്നുകൾക്കൊക്കെ
മീൻസ് അലർജികളൊക്കെ വരാം. ADR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. മെഡിസിൻസിലൊക്കെ വരുന്ന റിയാക്ഷൻസ്, മരുന്നുകൾക്ക് റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കുന്ന കേസുകൾ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഓക്കെ. ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ നൽകുമ്പോ അതുകൊണ്ടാണ് നമ്മളോട് കുറച്ച് ടൈം കൂടി ഇരിക്കാൻ പറയും ഇല്ലേ? റിയാക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്നൊക്കെ അറിയണ്ടേ? അപ്പോ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ചില പേഷ്യൻസിനൊക്കെ റിയാക്ഷൻസ് ഒക്കെ വന്നിരിക്കാം. അങ്ങനെയുള്ള കേസുകൾ. ഡിസ്ചാർജ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ഡാമ. ലാമ, ഡാമ ഓർമ്മയുണ്ട? എന്താ ലാമ ഫുൾ ഫോം? ലാമ ലിവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. അപ്പോ ഡിസ്ചാർജ് കേസസുകൾ, അതായത് ലാമ പേഷ്യൻസ്, ഡാമ പേഷ്യൻസ്. അബ്സ്കോണ്ട്. എന്താ അബ്സ്കോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ്? അബ്സ്കോണ്ട് കേട്ടിട്ടുണ്ടോ? അബ്സ്കോണ്ട് മീൻസ് ഒളിച്ചോട്ടം എന്ന് പറയും. ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒളിച്ചോട്ടണതല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് പറയാതെയൊക്കെ പോയി കളയൂലേ ആളുകള്? കാണാത്തവയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ അബ്സ്കോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടുക, അതായത് പറയാതെ പോവുക. ഡോക്ടറോട് ഇപ്പൊ ലാമ, ഡാമയൊക്കെ ആണെങ്കിൽ ഓൾറെഡി അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കുമല്ലോ പേഷ്യന്റ് പോകുന്നത്. അല്ലാതെ ചില പേഷ്യൻസുകള് 2 ദിവസം ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ആരോടും പറയാതെ, ഹോസ്പിറ്റലിൽ ആരോടും ഒന്നും പറയാതെ സ്വന്തം ഇഷ്ടത്താൽ ഇറങ്ങി പോകുന്ന പേഷ്യൻസുകളുണ്ട് അല്ലെ? അതാണ് അബ്സ്കോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒളിച്ചോടുക, ഒന്നും പറയാതെ പോകുന്ന ഒരവസ്ഥ. ദെൻ ഡെത്ത്, മരണ സംഭവങ്ങള്, കേസുകള്. ഇനി 4ാമതായിട്ട് നോക്കാം. Percentage of medication charged with error from abbreviations. അതായത് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിലെ അബ്രിവിയേഷൻസിൽ വരുന്ന എററുകൾ. Then percentage of receiving high risk medication developing adverse drug event. അല്ലെ? അതായത് രോഗികളുടെ മീൻസ് ഹൈ റിസ്ക് ഉള്ള മെഡിക്കേഷൻ സ്വീകരിക്കുമ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്, അതായത് അലർജീസും മറ്റും സംഭവിക്കുന്ന കേസസുകൾ. Percentage of drug consumable obtained by local purchase. അതായത് ലോക്കലായിട്ട് നമ്മൾ മെഡിസിൻസുകൾക്ക് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഉപഭോഗ വസ്തുക്കളുടെ ശതമാനം, മെഡിസിൻസ് വാങ്ങിക്കുന്നതും ബാക്കി കൺസ്യൂമബിൾ ആയിട്ടുള്ള ഉപഭോഗ വസ്തുക്കള് വാങ്ങിക്കുന്നതിന്റെ ശതമാനം എത്രത്തോളം ഉണ്ട് നമ്മൾ വാങ്ങിക്കുന്നതിന്. Then percentage of stock out including emergency drugs. അത്യാവശ്യ എമർജൻസി മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ടിന്റെ ശതമാനം എത്രത്തോളമാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നത്. 8th one, percentage of drug and consumable refused before preparation of GRN, good receipt note. അല്ലെ? അതായത് എത്രത്തോളം നമ്മള് GRN എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ എന്തോരം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, മെഡിസിൻസുകൾ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഒരു നോട്ട് തയ്യാറാക്കാം. ഗുഡ് റെസിപ്റ്റിന്റെ ഉപഭോഗ വസ്തുക്കള്, മെഡിസിൻസ്, മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ അതിന്റെ എല്ലാം റെസിപ്റ്റ്സ്, നോട്ടുകൾ മറ്റും തയ്യാറാക്കുക. Then last one, percentage of variation from the procurement process. Procurement എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഖരിക്കുക, സംഭരണം എന്നൊക്കെയാണ് മീനിങ്. ഇവിടെ പറയുന്നത് സംഭരണ പ്രക്രിയയിൽ നിന്നുള്ള വ്യത്യാസം, അതായത് സംഭരണം ചെയ്യുന്നത് എന്തായിരിക്കും, ഇതുപോലെ മെഡിസിൻസും മറ്റു കൺസ്യൂമബിൾ ആയിട്ടുള്ള ഗുഡ്സുകളുടെ ഒക്കെ വേരിയേഷൻസ്, അതിലെ വ്യത്യാസങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അതിനുള്ള പെർസെന്റേജ്, അതിന്റെ ശതമാനം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഫാർമസിയിൽ വരുന്നത്. അപ്പോ നമുക്കറിയാം ഫാർമസിയിലെ മെയിൻ കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം കേട്ടോ. നമ്മളുടേതായ രീതിയിൽ എല്ലാം മനസ്സിലാക്കി വെക്കാം. ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം മെഡിസിൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പോ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫാർമസിയിൽ വരുന്നത്. നിങ്ങൾ പോയിന്റ് നോക്കണ്ട, പോയിന്റ് നോക്കാതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ? എന്തൊക്കെയായിരിക്കും ഒരു ഫാർമസിയിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, മെഡിസിൻ എഴുതി കൊടുക്കുന്നതിന് പിശക് വരാം അല്ലെ? അതുപോലെ വിതരണം ചെയ്യുന്നതിന് പിശക് വരാം, മരുന്ന് നൽകുമ്പോൾ മരുന്നിന് അലർജികൾ വരാം അല്ലെ? അതോടൊപ്പം തന്നെ ഡിസ്ചാർജ്, ഡാമ പേഷ്യൻസ്, അബ്സ്കോണ്ടുകൾ വരാം. ദെൻ ഡ്രഗ്സ്, കൺസ്യൂമബിൾ ഗുഡ്സ് എടുക്കുന്നത് അല്ലെ? നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് മെഡിസിൻസും കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കേസസുകൾ ഏതൊക്കെയാണ് അല്ലെ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ. എന്തായാലും ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കരുത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നും നിങ്ങൾക്കത് മനസ്സിൽ നിലനിൽക്കും. ഓക്കെ, വായിച്ചു നോക്കാം. ഫാർമസി.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫാർമസി ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫ്രണ്ട് ഓഫീസുമായിട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്, ഫ്രണ്ട് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. Then waiting time with regard to a doctor appointment. നമ്മൾ ഡോക്ടറുടെ നിയമനമായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റിന്റെ സംതൃപ്തി. രണ്ട് കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. MRD അറിയാലോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, percentage of medical records without a discharge summary. Percentage of medical discharge സംഗ്രഹം ഇല്ലാത്ത റെക്കോർഡുകളുടെ ശതമാനം, ബാക്കി അവിടെ വരുന്ന മെഡിക്കൽ റെക്കോർഡുകൾ. Percentage of medical records note having ICD coding. എന്താ ICD coding? ICD coding അറിയാമോ? ICD ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ എന്താ ICDയുടെ ഫുൾ ഫോം? താഴെയോ അല്ലെങ്കിൽ അതിന്റെ സൈഡിലായിട്ട് എഴുതി വെക്കാം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. SCS അല്ല കേട്ടോ, ഡിസീസസ് എന്നാണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എഴുതിയോ? അപ്പോ എന്താണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു അസുഖം, ഒരു രോഗം കണ്ടുപിടിക്കുക, അതായത് ഇപ്പൊ അതിന്റെ ഡയഗ്നോസിസിലൂടെയും ടെസ്റ്റിസിലൂടെയും അതുപോലെ തന്നെ സിംറ്റംസ്, എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സിംറ്റംസും അതുപോലെ തന്നെ മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു രോഗത്തെ കണ്ടുപിടിച്ചിട്ട് അത് റിപ്പോർട്ടിൽ നമ്മൾ ചാർട്ട് ചെയ്യില്ലേ, അതിനെയാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപ്രോപ്പർ കൺസെന്റ് എന്നാണ് പറയുന്നത്. ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റ്, അനുചിതമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ ശതമാനം. പെർഫെക്റ്റ് അല്ലാത്ത കുറെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും കേസ് സംബന്ധമായിട്ടോ ഇപ്പോ MLC കേസുകളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പെർഫെക്റ്റ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എത്രത്തോളം ഉള്ളത്. ഫോർത്ത് വൺ, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്, നഷ്ടപ്പെട്ട റെക്കോർഡുകൾ. ദെൻ ബെഡ് ഓക്യുപ്പൻസി റേറ്റ്, അഞ്ചാമതായിട്ട് പറയുന്നത് ബെഡ് ഓക്യുപ്പൻസി. എന്താ ബെഡ് ഓക്യുപ്പൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്നുണ്ട്, നോക്കാം കേട്ടോ. ദ ബെഡ് ഓക്യുപ്പൻസി റേറ്റ്, that is BOR percentage കൊടുത്തിട്ടുണ്ട്, is a measure of utilization of the available bed capacity in a hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റി, എത്ര ബെഡ് അവൈലബിൾ ആണ്. It donates the percentage of beds occupied by patient in a defined period of time, normally a year. അതായത് ഒരു വർഷത്തിൽ അല്ലെ, ഒരു നിശ്ചിത കാലയളവിൽ, അതായത് നോർമലി ഒരു 1 year ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു നിശ്ചിത കാലവർഷത്തിൽ, ഒരു വർഷത്തിനുള്ളിൽ രോഗികൾ എത്രത്തോളം പേഷ്യൻസ് അവിടെ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്, എത്ര ബെഡിന്റെ അവിടെ പൂർണ്ണമായിട്ടും പ്രോസസ് ആണ്, അതായത് എത്ര പേഷ്യന്റ് അവിടെ ഉണ്ടെന്ന് ആ ഒരു അളവ്, അതാണ് ബെഡ് ഓക്യുപ്പേഷൻ റേറ്റ്. ഒരു വർഷത്തിൽ എത്ര രോഗികൾ അവിടെ അഡ്മിറ്റഡ് ആയി, ആ ഒരു ബെഡ് കപ്പാസിറ്റിയിൽ എത്ര പേര് അവിടെ അഡ്മിറ്റഡ് ആണ്, ഇതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. Then length of stay,
അല്ലെ? ഓരോരുത്തരും എത്ര ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്തത്, അഡ്മിറ്റ് ആയിട്ടുള്ള ഡേറ്റുകളും കാര്യങ്ങളും. മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, മരണനിരക്കുകൾ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, മാതൃമരണ നിരക്ക്, അതായത് നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ ഉള്ള മരണനിരക്കുകള്. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ആദ്യം പറഞ്ഞത് മാതൃമരണ നിരക്ക്, ഡെലിവറി ടൈമിൽ കുഞ്ഞിനുള്ള അമ്മയുടെ മരണനിരക്ക്. ദെൻ ഇൻഫന്റ് മോർട്ടാലിറ്റി മീൻസ് ശിശു മരണനിരക്ക് എത്രത്തോളമാണെന്ന്. ഓക്കെ, അപ്പൊ 9 കാര്യങ്ങളാണ് MRD അല്ലെങ്കിൽ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഫ്രണ്ട് ഓഫീസും MRD ഒന്ന് വായിച്ചു നോക്കാം പോയിന്റ്സ്. ICD എഴുതിയല്ലോ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. കംപ്ലീറ്റ് ചെയ്തോ ഫ്രണ്ട് ഓഫീസും MRDയും? ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. HRM അല്ലെ, HRM എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. HRM എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. HRM എന്ന് വെച്ചാൽ എന്താ? HRM ഫുൾ ഫോം അറിയാലോ. HRM എന്താ? HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, അറിയാത്തവർ എഴുതി വെച്ചോളൂ കേട്ടോ. HRM എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓൾറെഡി അറിയാലോ അത്, അതുകൊണ്ടാണ് പിന്നെ പറയാൻ കേട്ടോ. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്, തൊഴിലാളികളുടെ ഒരു സംതൃപ്തി. എംപ്ലോയി അട്രിഷൻ റേറ്റ് എന്താ? എംപ്ലോയി അട്രിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവനക്കാരുടെ അട്രിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് എംപ്ലോയീസ് കുറയുന്ന ഒരു അവസ്ഥയില് ഇപ്പൊ ലീവ് വരുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ ലീവ് എടുക്കുന്ന സ്റ്റാഫുകൾ അത്രയും ഇതെല്ലാം ലോങ് ലീവ് ഒക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള കേസസ് അല്ല എത്രത്തോളം ഉണ്ട്, അങ്ങനെ എത്ര എംപ്ലോയീസ് അങ്ങനെ ലോങ് ലീവും മറ്റും എടുക്കുന്നുണ്ടെന്ന്. ദെൻ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്, ആബ്സെന്റീസം വരുന്നത്, ഹാജരാകാത്ത നിരക്കുകൾ. Then percentage of employees who are informed employee rights, responsibilities, welfare schemes. ജീവനക്കാരുടെ അവകാശങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ജീവനക്കാരുടെ ശതമാനം. Percentage of staff provided pre-exposure prophylaxis, എന്താണ് പറയുന്നത്? ജീവനക്കാരുടെ ശതമാനം. അതുപോലെ തന്നെ prophylaxis എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്റ്റാഫുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, ഇത്രയുമാണ് 5 കാര്യങ്ങളാണ് HRM വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ് ഒന്ന് വായിക്കുക, 5 പോയിന്റ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ദെൻ 10th വൺ, ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങള്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ, ടൈം എത്ര സമയമാണ് നമ്മൾ ഡിസ്ചാർജ് എടുക്കുന്ന സമയം. ദെൻ 11ാമത്തെ പോയിന്റ്, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്വാളിറ്റി. മെയിന്റനൻസ് അറ്റകുറ്റപ്പണികളുടെ ഒക്കെ എങ്ങനെയാണെന്ന്. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ഓൺ ടൈം
അല്ലെ? നിർണായക ഉപകരണങ്ങൾ ബ്രേക്ക് ഡൗൺ ആവുന്ന ആ ഒരു ടൈം. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ്, ജനറൽ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, ഉപകരണത്തിന്റെ ഉപയോഗ നിരക്ക്, എത്രത്തോളം നമ്മൾ ഓരോ എക്യുപ്മെന്റ്സും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഒരു നിരക്ക്. അത് OTT ആവാം, ICUലും ജനറൽ എക്യുപ്മെന്റ്, ഇവിടേക്കുള്ള എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം നമ്മൾ എത്രത്തോളം ആണ് അതൊക്കെ വർക്കബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോട്ടല് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും 11 ഡിപ്പാർട്ട്മെന്റിലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. നമ്മള് എന്താണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ലാബ് എന്താണ് ലാബ് മറന്നുപോയി ഇവിടെ വരെ എത്തിയപ്പോഴേക്കും. ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ അംഗീകാരം നൽകുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ അടങ്ങിയ ഒരു എന്താ പറയാ ഒരു സമിതി തന്നെയാണ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അത് അക്രഡിറ്റേഷൻ നൽകുന്നത് ആ ഒരു മാനദണ്ഡങ്ങളെ മാനിച്ചുകൊണ്ടാണ്. അതെല്ലാം ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു ഹോസ്പിറ്റലിന് ലാബ് അക്രഡിറ്റേഷൻ നൽകുന്നത്. ഇനി എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെ. അപ്പോ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകൾക്ക് നാക്കിന്റെ അക്രഡിറ്റേഷൻ കിട്ടും അല്ലെ. നാക്കാണ് അവർ കൊടുക്കുന്നത്. സോ നമ്മളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും അതിൽ അപ്ലൈ ചെയ്തുകൂടെ? അത്യാവശ്യം നമുക്ക് ഇത്ര ക്വാളിറ്റികളും ക്വാളിഫിക്കേഷൻസുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എലിജിബിലിറ്റി, എന്തെല്ലാം കാര്യങ്ങൾ എലിജിബിലിറ്റി ഉണ്ടാകണം എന്ന്, അപേക്ഷിക്കാനുള്ള ഒരു യോഗ്യത, ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലാബില് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് HCO that satisfy the following requirements. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഇത്രയും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലാബ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നോക്കാം. Currently in operation as a healthcare provider, it should be above 50 beds since hospital below 50 beds will come under SHCO standards. എന്താണ് പറയുന്നത്? നിലവിലെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിന് 50 കിടക്കകൾക്ക് മുകളിലായിരിക്കണം എന്ന്, അറ്റ്ലീസ്റ്റ് ഒരു 50 മുകളിൽ ബെഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ 50 ബോർഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെ SHCO മാനദണ്ഡങ്ങളായിരിക്കുന്നു. എന്റെ SHCO ഓർക്കുന്നുണ്ടോ? 2 ഡിവൈഡ് ചെയ്യുന്നു. HCO സ്മോൾ ഹെൽത്ത് ഓർഗനൈസേഷൻ. 50 കുറവുള്ളതിന് നമ്മൾ സ്മോൾ ഹെൽത്ത് കെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ലാബിനെ അപേക്ഷിക്കണമെങ്കിൽ 50 മുകളിൽ ബെഡ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്ന കാര്യം എലിജിബിലിറ്റി നോക്കാം. The hospital has minimum volume of patient which will evaluate the quality of care given to the patient, which is presently 30%. അല്ലെ. അതായത് രോഗികൾക്ക് നൽകുന്ന ഗുണനിലവാരം പരിചരണവും വിലയിരുത്തുന്ന ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം എന്ന്. അതായത് ഒരു 30% പേഷ്യൻസ് ക്വാളിറ്റിയുള്ള ഗുണനിലവാരം പരിചരണം ലഭിച്ച പേഷ്യൻസ് ആയിരിക്കണം എന്ന്. 30% പേരുടെയെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നല്ല പരിചരണമാണ്, ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊരു 30% ആളുകൾ ഉണ്ടായിരിക്കണം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ സർവേ ഒക്കെ നടത്തുമല്ലോ. അപ്പൊ അതിലൊരു 30% എങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കുക. Then മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് the organization that commits to abide by NAB standard and applicable legal, statutory, regulatory requirements. അല്ലെ. എന്താണ് പറയുന്നത്? NAB മാനദണ്ഡങ്ങളുടെ ബാധകമായിട്ടുള്ള, NABിൽ കുറെ മാനദണ്ഡങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, 32 ഇൻഡിക്കേറ്റേഴ്സ്. അങ്ങനെയുള്ള മാനദണ്ഡങ്ങള് അതുപോലെ തന്നെ നിയമം, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള റെഗുലേറ്ററി നിർണായകമായിട്ടുള്ള റിക്വയർമെന്റ്സുകള്, അങ്ങനെയുള്ള ആവശ്യകതകളും പാലിക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റല് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതായത് എന്താണ് പറയുന്നത്? കമ്മിറ്റഡ് ആയിരിക്കണം. നാബ് പറഞ്ഞിട്ടുണ്ട് 32 കീ എലമെന്റ്സ്. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കുറെ കീ എലമെന്റ്സ് നമ്മൾ പഠിച്ചില്ലേ? ഈ മാനദണ്ഡങ്ങളെ പാലിക്കാനായിട്ട് ആ ഹോസ്പിറ്റല് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വൺ, the healthcare organization should have implemented
NAB standards in the HCO for a minimum of 3 months. അല്ലേ? അതായത് HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുറഞ്ഞത് 3 മാസത്തേക്ക് ആ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞില്ലേ NAB നൽകുന്ന മാനദണ്ഡങ്ങൾ അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും അത് കൃത്യമായിട്ടും ആ ഒരു കീ എലമെന്റ്സും അത് NAB നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളും കൃത്യമായിട്ടും ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകാനായിട്ടുള്ള നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടം ഇതൊന്നും പാലിക്കാതെ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഒന്ന് നോക്കാം കേട്ടോ. കൺക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. These standards are to be used by all organization and not for a certain service with the organization. Organizations provide multiple services and the standards are equally applicable to all services within the healthcare organization. അല്ലേ? അപ്പോ ഈ മാനദണ്ഡങ്ങൾ എല്ലാ ഓർഗനൈസേഷനും ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. ഓർഗനൈസേഷൻസിലെ ഒരു പ്രത്യേക സേവനത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഒന്നിലധികം സേവനങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഈ ഒരു മാനദണ്ഡങ്ങളെ പാലിച്ചു വരണം. അല്ലെ? എല്ലാ സേവനങ്ങളും ഒരുപോലെ ഈ മാനദണ്ഡങ്ങൾ ഒരു സേവനത്തിന് മാത്രമല്ല, അല്ലെ? നമ്മൾ പറഞ്ഞു സ്റ്റാഫിന് മാത്രമല്ല, പേഷ്യൻസിന് മാത്രമല്ല, ഓർഗനൈസേഷനും എല്ലാ മൾട്ടിപ്പിൾ സർവീസിനും പല സേവനങ്ങൾക്കും ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഒരു മോഡലാണ്. ഇതാണ് നമ്മുടെ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, നാബിന്റെ അക്രഡിറ്റേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെ കൃത്യമായിട്ട് പാലിക്കണം. അല്ലെ? ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ കണ്ടോ, നാബാണ്. ഇതാണ് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കൊടുക്കുന്ന അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്. ജസ്റ്റ് ഒരു മോഡലാണ് അതിന്റെ കേട്ടോ. അപ്പൊ അവിടെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ഇതൊന്ന് വായിക്കാം കേട്ടോ. എലിജിബിലിറ്റി, ഡിസ്ചാർജ് സമ്മറി തുടങ്ങി വായിക്കാനുണ്ടല്ലോ. ഒന്ന് വായിക്കാം. ഡിസ്ചാർജ് സമ്മറി തുടങ്ങി കംപ്ലീറ്റ് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? എലിജിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് നോക്കി വെക്കുക. എലിജിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് അക്രഡിറ്റേഷൻ നൽകുന്ന കാര്യമാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി പ്രാധാന്യമുണ്ട് കേട്ടോ. നോക്കി വെക്കുക. 4 പോയിന്റ് അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ
ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അറിയാം. അതുകൊണ്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ദെൻ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ പറഞ്ഞു കുറേ ഫുൾ ഫോമുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ആ ഫുൾ ഫോമുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ ആദ്യം പഠിക്കുക. ബാക്കി പോയിന്റ്സുകൾ പിന്നെ നമ്മൾ മനസ്സിലാക്കി വായിക്കുക. നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ 1-2 പ്രാവശ്യം വായിച്ചാൽ ഇതെല്ലാം കുറച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടുന്നൊന്നല്ല, അറിയാലോ. അപ്പോ കുറച്ച് സമയം എടുത്തൊക്കെ വായിക്കണം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. കീ പെർഫോമൻസുകളൊക്കെ നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലോ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ഓർമ്മയിൽ എങ്ങനെ നിൽക്കോ അതുപോലെ പഠിക്കാം. പിന്നെ അതിൽ ഫുൾ ഫോമുകൾ ഉണ്ട് അല്ലെ. ARB അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ARB നെ കുറിച്ച് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ARB ഒന്ന് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, പഠിക്കാം. ദെൻ അക്രഡിറ്റേഷൻ എന്താണോ അക്രഡിറ്റേഷൻ നോക്കുക. ബെനഫിറ്റ്സുകള് നാവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ദെൻ എന്താണ് അതിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളും നോക്കുക. ദെൻ 2 പറയുന്നുണ്ട് SHCO HCO ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയാണ് പറഞ്ഞത്. കീ എലമെന്റ്സ് 32 ഉണ്ട്. പറ്റുന്ന പോലെ അത് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ ഇന്നെടുത്ത ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്കറിയാലോ ഏകദേശം ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. അത് നമ്മുടേതായ രീതിക്ക് വായിക്കാം. ഫുൾ ഫോമുകളൊക്കെ കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോ ഇനി ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്? ഡിസാസ്റ്റർ കംപ്ലീറ്റ് ആയോ? ഷെറീന മാമിന്റെ ഓക്കെ, ഷെറീന മാം എടുക്കുന്നുണ്ടല്ലോ ഇപ്പോ. ഷെറീന മാം ഓക്കെ, അത് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എടുക്കുന്ന നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും റിവിഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ റിവിഷൻ ചെയ്യാൻ വരാം. മീൻസ് ഉറപ്പ് പറയുന്നില്ല, കാരണം പോർഷൻസ് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങള്. കുഴപ്പമില്ലല്ലോ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ചാപ്റ്റർ അല്ല അത്. മീൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്ന് പറഞ്ഞു അല്ലെ. രമ്യ മിസ്സിന്റെ ക്ലാസ്സിലും പോയിന്റ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകാനൊന്നും ഇല്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ ഓക്കെ, നമുക്ക് ഇനി ടൈം കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്ട്രാ എല്ലാ ചാപ്റ്ററിനും കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കാം. ഓക്കെ, ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം അണ്ടർലൈൻ ചെയ്ത് പോകാൻ പറയാറുണ്ട്. കാരണം ഇനി ഒരു ടൈം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓൾറെഡി ടൈം മീൻസ് അണ്ടർലൈൻ ചെയ്ത് പോകാൻ പറയുന്നത്. ഓക്കെ, അപ്പോ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, അവസാന നിമിഷത്തേക്ക് വേണ്ടി വെച്ചേക്കണ്ട, അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ലല്ലോ അതിനു വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട, പഠിക്കാം. ഓക്കെ, അപ്പോ എടുത്ത പോർഷൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.